ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുന്നൊരു 2.1 ആംപ്ലിഫയർ ആണ്. ഇതൊരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്തെടുത്തൊരു ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പാനൽ നമ്മൾ ചെയ്തിരിക്കുന്നത് മാറ്റ് ആൻഡ് ഗ്ലോസി ഷീറ്റിലാണ്. അപ്പോൾ ചെറിയൊരു സൈസിൽ, അധികം വലിയൊരു ആമ്പല്ലാതെ തന്നെ നല്ലൊരു ചെറിയൊരു സൈസിൽ തന്നെ നല്ലൊരു ക്വാളിറ്റിയോട് കൂടി നല്ലൊരു ഫ്രണ്ട് പാനലൊക്കെ നല്ല വൃത്തിയോട് കൂടി ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഒരു ചെറിയ സൈസാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് നമ്മുടെ നെസ്റ്റ് എന്ന് പറഞ്ഞ ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സബ് വൂഫറിൻ്റെ ഒളിയും, പവർ ഓൺ സ്വിച്ച്, ബേസ്, ട്രിബിൾ, പിന്നെ നമ്മുടെ ഇൻപുട്ട് സെലക്ടറാണ്, പിന്നെ റൈറ്റ് സൈഡായിട്ട് മാസ്റ്റർ വോളിയം. അപ്പോൾ ഇതെല്ലാം നമ്മൾ മെറ്റൽ നോബാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഗ്ലോസി കട്ടിങ്ങാണ് നമ്മുടെ പെൻ ഡ്രൈവർ കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിസ്പ്ലേ സെക്ഷനും ഓഡിയോ വ്യൂ മീറ്ററിൻ്റെ കട്ടിങ്ങൊക്കെ അവിടെയാണ് വരുന്നത്. അപ്പോൾ ചെറിയൊരു സൈസാണ്, 3 ഇഞ്ച് ഹൈറ്റും അതുപോലെ തന്നെ 10-12 ഇഞ്ച് ബാക്കും ഒരു 15 ഇഞ്ച് വൈഡും വരുന്നൊരു ചെറിയൊരു ക്യാബിനറ്റിൽ ചെയ്തെടുത്താണ്. അപ്പോൾ ഇതിൻ്റെ വാട്ടേജ് വരുന്നത് 230 വാട്ട് സബ് ഔട്ടും 80+80 വാട്ട് ചാനൽ ഔട്ടാണ്. അപ്പോൾ ബാക്ക് സൈഡിൽ വരുമ്പോൾ ഒരു 2 പിൻ AC കോഡ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു കൂളിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട്. സബ് വൂഫർ എടുക്കാൻ വേണ്ടി ബനാന ജാക്കും, സ്പീക്കർ ലെഫ്റ്റ് റൈറ്റ് എടുക്കാൻ വേണ്ടി സ്പീക്കർ കൺട്രോൾസാണ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇൻപുട്ട് എടുക്കുന്നത് RCA കൺട്രോൾസാണത്. ഇൻപുട്ട് എടുക്കാനുള്ളത് നമ്മൾ TVന്നോ അല്ലെങ്കിൽ എക്സ്റ്റേണലി ഒരു ആംപ്ലിഫയറിനോ റിസീവറിനൊക്കെ എടുക്കാൻ വേണ്ടി. അപ്പോൾ ആംപ്ലിഫയറിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ ഒരു 24 വോൾട്ട് 10 ആംപിയറിൽ വരുന്ന ഒരു പവർ സപ്ലൈ, അതിന് വേണ്ടി ഒരു ട്രാൻസ്ഫോമർ എടുത്തിട്ടുണ്ട്. ഓവറോൾ വയറിങ്ങുകളൊക്കെ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഡബിൾ ഹീറ്റ് സിങ്ക് ഇട്ടിട്ടാണ് ഈ ആംപ്ലിഫയറിൻ്റെ ബോർഡുകൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. മഹാരാജ 4 ട്രാൻസിസ്റ്റർ BTL മോണോ ബോർഡ് സബ് വൂഫർ സെക്ഷന് വേണ്ടി, വിസ്മി ഓഡിയോസിൻ്റെ ട്രാൻസിസ്റ്റർ ബേസ്ഡ് സ്റ്റീരിയോ ബോർഡ് ചാനൽ സെക്ഷൻ വേണ്ടി എടുത്തിട്ടുണ്ട്. റെക്ടിഫറിന് വേണ്ടി 3510 മെറ്റൽ ഡയോഡും 50 വോൾട്ട് 10,000 മൈക്രോ ഫെയറിൻ്റെ കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ സ്പീക്കർ പൊട്ടൻഷ്യൽ, കൂളിംഗ് ഫാന്, സബ് വൂഫർ BT, ഒരു വോയിസ് കൺട്രോൾ BT ബോർഡാണ് നമ്മൾ ബേസ് ടേബിൾ കൺട്രോൾസിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സബ് വൂഫർ ഫിൽറ്റർ ബോർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. വയറുകളെല്ലാം നമ്മൾ അത്യാവശ്യം നമ്മൾ ഈഡ്സിൻ സ്ലീവ് ഇട്ടിട്ടാണ് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ആംപ്ലിഫയറിൻ്റെ വർക്കിംഗ് നമുക്ക് എങ്ങനെയായിട്ട് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 സ്പീക്കറും ഒരു 12 ഇഞ്ച് സബ് വൂഫറും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ആംപ്ലിഫയറിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഞാൻ എൻ്റെ വാട്സപ്പ് കാറ്റലോഗ് ലിങ്ക് ഞാൻ എൻ്റെ ടൈറ്റിൽ കൊടുക്കുന്നത്. അതിൽ കയറി നിങ്ങൾക്ക് ഓരോ ആംപ്ലിഫയറിൻ്റെയും റേറ്റും കാര്യങ്ങളൊക്കെ അറിയാം.